Ayurveda is not limited, but we need clarity and action. So beyond the clinic, നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന കുറച്ച് സെക്ടേഴ്സ് മനസ്സിലാക്കാം. ആദ്യത്തേത് എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനീസിൽ നമുക്കൊരു ക്ലെയിം അനലിസ്റ്റ് ആയിട്ടോ മെഡിക്ലെയിം അഡ്വൈസേഴ്സ് ആയിട്ടോ വർക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അവിടെ നമുക്കൊരു ക്വാളിറ്റി എക്സിക്യൂട്ടീവ് ആയിട്ടോ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആയിട്ടോ ഗവൺമെന്റ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാവുന്നതാണ്. തേർഡ്ലി വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് പ്രൊഡക്റ്റ് കമ്പനി. അവിടെ നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അഡ്വൈസേഴ്സ് ജോബ് റോൾസിൽ ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സിൽ വർക്ക് ചെയ്യാം. നാലാമത്തേത് എന്ന് പറയുന്നത് ടീച്ചിങ് ആൻഡ് റിസർച്ച്. അതായത് നമുക്കിപ്പോൾ ലെക്ചറേഴ്സ് ആയിട്ടോ അതുപോലെ തന്നെ ക്ലിനിക്കൽ ട്രയൽസിലൊക്കെ നമുക്ക് ജോബ് റോൾസ് നോക്കാവുന്നതാണ്. അതും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വേണമെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യാം, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ വേണമെങ്കിൽ ആ രീതിയിലും വർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ഫൈനൽ വൺ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഓർ ഡിജിറ്റൽ ഹെൽത്ത്, അതായത് ടെലിമെഡിസിൻ, ടെലി ഹെൽത്ത് അല്ലെങ്കിൽ ലൈഫ് കോച്ച്, ഹെൽത്ത് കോച്ച്, ഈ ജോബ് റോൾസിൽ ഒരു ജനറൽ പ്രാക്ടീഷണേഴ്സിനും വർക്ക് ചെയ്യാവുന്നതാണ്.